യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മുൻ നിയമസഭാ സ്പീക്കർ കൂടിയായ ശ്രീ എൻ ശക്തൻ, KPCCയുടെ മുൻ പ്രസിഡന്റുമാരായ ശ്രീ K മുരളീധരൻ, ശ്രീ MM ഹസൻ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥ്, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ശ്രീ നെയ്യാറ്റിങ്കര സനൽ, ശ്രീ മരിയാപുരം ശ്രീകുമാർ, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരള വ്യാപകമായി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ട്രേറ്റിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുമുള്ള പ്രതിഷേധ മാർച്ചും ധർണയും നടക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു വലിയ കൊള്ളയാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. കോടാനുകോടി ഭക്തജനങ്ങൾ ഓരോ വർഷവും വന്നു ചേരുന്ന ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമാണ് ശബരിമല. ഈ ആരാധനാ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ആരാധനാ സമ്പ്രദായങ്ങളാണ് ശബരിമലയിൽ നടക്കുന്നത്. ജാതിക്കും മതത്തിനും അതീതമായി മതാതീതമായ ആത്മാർത്ഥത, മതാതീതമായ ആധ്യാത്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആരാധനാ കേന്ദ്രമാണ് ശബരിമല. ഈ ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ് മൗനം പാലിക്കുന്നു. 4 CPM നേതാക്കന്മാരിപ്പോൾ ജയിലിലാണ്, മാസങ്ങളായി ജയിലിലാണ്. ഓരോ തവണയും അവരുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ കോടതി നടത്തുന്ന പരാമർശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയി വാസു, സുപ്രീം കോടതി പറഞ്ഞത് ദേവന്റെ സ്വത്ത് മോഷ്ടിച്ചവർക്ക് എങ്ങനെ ജാമ്യം കൊടുക്കുമെന്നാണ്. 4 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാർ, വാസു, മുരാരി ബാബു, ശരത്ചന്ദ്ര പ്രസാദിന്റെ സുഹൃത്തുണ്ടല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് മെമ്പർ ശങ്കരദാസ് ഉൾപ്പെടെയുള്ള 4 CPI നേതാക്കന്മാർ ജയിലിൽ പോയിട്ടും അവരുടെ പേരിൽ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല? കുഞ്ഞികൃഷ്ണൻ പാർട്ടി ഫണ്ട് മോഷ്ടിച്ചു, രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരെ അവരെന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? അയ്യപ്പന്റെ സ്വർണം കട്ടവർ ജയിലിൽ കിടക്കുന്നു മാസങ്ങളായി. ഞാൻ പിണറായി വിജയനോട് MV ഗോവിന്ദനോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ അവരെ പുറത്താക്കുന്നില്ല? പയ്യന്നൂരിൽ പാർട്ടി ഫണ്ട് കൊള്ളയടിച്ച MLA മധുസൂദനെ പറ്റി പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ഏരിയ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗത്തെ പാർട്ടിന് പുറത്താക്കും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്തസാക്ഷികളുടെ പേര് പിരിച്ച ഫണ്ട് മുക്കിയ ആളുകൾ മാന്യന്മാരായി നടക്കുകയാണ്. അവർക്കെതിരെ നടപടിയില്ല. അതേസമയം അയ്യപ്പന്റെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്നു. കുഞ്ഞികൃഷ്ണന്റെ പേരിൽ നടപടിയെടുത്തത് എന്തിനാണ്? അദ്ദേഹം ഈ കാര്യം തുറന്നു പറഞ്ഞു എന്നുള്ള കുറ്റം കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇവർക്കൊക്കെ അയ്യപ്പ ശാപം വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇവരൊക്കെ ഇത് അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. അയ്യപ്പനോട് കളിച്ചാൽ അവരെല്ലാം അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് അനുഭവിച്ചുകൊണ്ട് തീർന്നിട്ടില്ല, ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് കളിയ സാക്ഷാൽ കലിയുഗവർദ്ധനായ അയ്യപ്പനോട് വേണ്ട എന്നേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും അവരൊക്കെ ജയിലിൽ കിടക്കുകയാണ്. ഇനിയും പലരും ജയിലിൽ പോകാൻ പോവാണ്. മുൻ മന്ത്രിമാരെ ചോദ്യം ചെയ്തു. ഇപ്പോഴത്തെ മന്ത്രി ചോദ്യം ചെയ്യലിന് വിധേയമാകണം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇനിയും ഉണ്ട്, അവരും ജയിലിൽ പോകണം. അതെല്ലാം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതെല്ലാം ഒരു സംശയവും വേണ്ട, കൃത്യമായി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്.
അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ ഈ സ്വർണം എവിടെ? എൻ്റെ അന്നത്തെ ഇന്നത്തെ ചോദ്യം. അറസ്റ്റ് കഴിഞ്ഞു. തൊണ്ടി മുതൽ എവിടെ? ഇതുവരെ തൊണ്ടി മുതൽ കണ്ടുപിടിച്ചിട്ടില്ല. സാധാരണഗതിയിൽ അറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തൊണ്ടി മുതൽ കണ്ടെത്തണം. തൊണ്ടി മുതൽ എവിടെന്ന് പറയാൻ ഇവിടെ തയ്യാറാകുന്നില്ലല്ലോ. അപ്പൊ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിപ്പിച്ച ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരും. കേരള ജനത അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇത്രയും നാളായിട്ടും ഇവരെ പാർട്ടി സംരക്ഷിക്കുന്നു. പാർട്ടിക്കാരായ ആളുകളായതുകൊണ്ട്, നേതാക്കളായതുകൊണ്ട് അവരുടെ ഒന്നും പേരിൽ ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് വന്ന് ഈ പാർട്ടിയുടെ സംരക്ഷണത്തെ നേരിടേണ്ടി വരും. അതുപോലെ SITയുടെ മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സമ്മർദ്ദം ചെലുത്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഓരോ അറസ്റ്റ് നടക്കാത്തത്. ഇനിയുള്ള ദിവസങ്ങളിൽ അതും വേണ്ടിവരും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഈ സ്വർണം കട്ടവരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ജനങ്ങൾ അവരെ ശിക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മാർച്ചിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വിഷ്ണുനാഥ് MLA.